അങ്ങനെ ന്യൂ ഇയർ ആയിട്ടൊക്കെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയത്. ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയില്ല. പക്ഷേ അമ്മ അമ്പലത്തിൽ പോയപ്പം കൊണ്ടുവന്നതാണ് ഈ പാൽപ്പായസം. അങ്ങനെ ഞാൻ പാൽപ്പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ രാവിലെ ഇന്ന് ഞാൻ കുളിച്ചു. 1-ാം തീയതിയൊക്കെ ആയിട്ട് ഞാൻ രാവിലെ എണീച്ച് കുളിച്ചായിരുന്നു. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് ഇത് 2ാമത്തെ ഗ്ലാസ് പാൽപ്പായസം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പപ്പായയുടെ കാര്യം പറയാനാണെങ്കിൽ വീട്ടിൽ ഒരുപാടുള്ള സാധനമാണ്. ഇത് എങ്ങനെയൊക്കെ വയറ്റിലാക്കാമെന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചതാണിത്. ജസ്റ്റ് പാല്, പപ്പായ, ഹോർലിക്സ്, ബൂസ്റ്റ്, 2 ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് അടിച്ച് എടുത്തത്. അപ്പോൾ ഇതേപോലത്തെ സാധനം. പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ കസിനും കൂടെ വയലിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ വാങ്ങിയ സാധനമാണിത്. ഇത് വന്നിട്ട് ഒരു കിൻഡർ ജോയ് പോലത്തെ ഒരു മുട്ട, അങ്ങനെ വണ്ടർ എഗ് എന്നൊക്കെ പറഞ്ഞ സാധനം കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ജസ്റ്റ് 5 രൂപ 10 രൂപയും കൊണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിയതാണ്. വാങ്ങണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ 5 രൂപ 10 രൂപ പോകാനായിട്ടുള്ളൊരു സാധനം. അതിനാണ്ട് ആ ടോയ് തന്നെ കണ്ടില്ലേ, ഒരു ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ കിട്ടിയ സാധനം ഞാൻ കഴിച്ചില്ലായിരുന്നു. കാര്യം എനിക്കത് അത്ര എന്തുവാ ഒരിത് തോന്നിയില്ല. കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ അത് കഴിച്ചില്ല. അപ്പം ന്യൂ ഇയർ ആയിട്ട് എനിക്കിതൊക്കെയുള്ള പണി. ഫുഡ് കഴിക്കുക, വെറുതെ ഫോണും നോക്കി ഇരിക്കുക, അതൊക്കെ തന്നെ. ഓക്കെ ബൈ, താങ്ക് യു.